ദേശീയ തലത്തിൽ നിന്നുള്ള ഒരു വിശകലനങ്ങൾ ആ രീതിയിൽ വരുമ്പോൾ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ ഏത് തരത്തിലാണ് BJP പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിൽ, സംസ്ഥാന സംഘടനാ സംവിധാനത്തിൽ, ദേശീയ സംഘടനാ സംവിധാനത്തിലൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതെല്ലാം തരത്തിലുള്ള മാറ്റം. രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് വീണ്ടും. രഞ്ജിത്ത്, ജോർജ് കുര്യൻ രണ്ടാം മന്ത്രിയാകും എന്നുള്ള വിശകലനങ്ങൾ, എന്നുള്ള വാർത്തകൾ വരുന്നതിനൊപ്പം അതോടൊപ്പം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസഭ MP ആകുമെന്നുള്ള ചില സൂചനകൾ ഒരു വശത്ത്. രാജീവ് ചന്ദ്രശേഖർ ഏത് തരത്തിലായിരിക്കും മന്ത്രിസഭയിൽ, തുടരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. വി മുരളീധരൻ അടുത്ത നീക്കം എന്തായിരിക്കും? ശോഭ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള സ്ഥിരീകരണങ്ങളും സൂചനകളും ഒക്കെ വരുന്ന അങ്ങനെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും കൃത്യമായ ഒരു പ്രാതിനിധ്യം ദേശീയ തലത്തിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാക്കുക, അത് ഉറപ്പുവരുത്താൻ BJP കേന്ദ്ര നേതൃത്വം ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഈ രീതിയിലുള്ള ഉണ്ടായ നേട്ടം ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ ആ തരത്തിലുള്ള അംഗീകാരങ്ങൾ നൽകണം എന്ന തരത്തിൽ തന്നെ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുക്കുന്നു. അതാണോ വിലയിരുത്തേണ്ടത്? മറ്റ് പ്രധാനപ്പെട്ട, ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ എവിടെയായിരിക്കും പ്ലേസ് ചെയ്യപ്പെടുക? അത് സംബന്ധിച്ച് നമുക്ക് വരുന്ന സൂചനകൾ ഏതെല്ലാം തരത്തിലാണ്? രഞ്ജിത്ത് രാമചന്ദ്രൻ, നമുക്ക് രഞ്ജിത്തിലേക്ക് വരാം. വി വിനോദ് നമുക്കൊപ്പം ഉണ്ട്. വിനോദ്, അതേ ചോദ്യം തന്നെ വിനോദ്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ, സംസ്ഥാന തലത്തിലെ BJP നേതൃത്വം, നേതാക്കന്മാർ ഏതെല്ലാം തരത്തിൽ പ്ലേസ് ചെയ്യപ്പെടും ഈ വലിയ നേട്ടത്തിന് ശേഷം? അതിൽ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും നേട്ടങ്ങളിൽ, ഓരോരുത്തരുടേക്ക് നൽകേണ്ട അംഗീകാരത്തിൽ വ്യക്തമായ ചിത്രമുണ്ട് എന്ന കാര്യം ഏകദേശം സ്ഥിരീകരിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ന്യൂനപക്ഷത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്, പ്രാമുഖ്യം നൽകുന്നുണ്ട് എന്നൊരു സന്ദേശമാണ് കൃത്യമായി ജോർജ് കുര്യൻ രണ്ടാമത്തെ മന്ത്രിയാകുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ തരത്തിൽ ആരെല്ലാം എവിടെയെല്ലാം പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു ചിത്രമായിരിക്കും BJPക്ക് ഉണ്ടാവുക. എന്തെല്ലാം സൂചനകൾക്ക് നമുക്ക് സംസ്ഥാന നേതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ ഏത് തരത്തിലാണ്? അവരുടെ രണ്ട് മന്ത്രിമാർ എന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ എന്ന ഒരു നിലയിലേക്ക് എത്തും എന്ന സൂചനകൾ തന്നെയാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രനെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനയുണ്ട്. ഒഴിവ് വരുന്ന സീറ്റിലേക്ക് ആ സമയത്ത് സുരേന്ദ്രനെ എത്തിക്കുക. അതേസമയം ഇപ്പോൾ 20% ഷെയറിലേക്ക്, വോട്ട് ഷെയറിലേക്ക് കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തദ്ദേശ തിരഞ്ഞെടുപ്പും തുടരാം വിനോദ്. തദ്ദേശ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും വരാനിരിക്കുമ്പോൾ ഇത്രയും വലിയ ഊർജ്ജത്തിൽ BJP സംസ്ഥാനത്ത് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പ്രസിഡന്റിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നൊരു വികാരം. അതേസമയം ശോഭാ സുരേന്ദ്രൻ്റെ പേര് ഉയർന്നു വരുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക്. വി മുരളീധരൻ, നേരത്തെ കേന്ദ്ര സഹമന്ത്രി, മുരളീധരന് സംഘടനാ തലത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോവുക എന്ന ആലോചന. മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖറാണ്. കേരളത്തിൽ നല്ല മറ്റ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിലേക്ക് എത്തുകയും അദ്ദേഹം വീണ്ടും കേന്ദ്രമന്ത്രിയായേക്കുമെന്നുള്ള സൂചന. ജോർജ് കുര്യൻ്റെ കാര്യം നമ്മൾ എടുത്തു പറയണം. സുരേഷ് ഗോപിയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ പ്രാധാന്യവും ഉത്തരേന്ത്യയിൽ തന്നെ കേരളത്തിൽ തൃശ്ശൂരിൽ ഉണ്ടായ വിജയത്തിൻ്റെ ഏറ്റവും മാറ്റും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് ജോർജ് കുര്യനെ പരിഗണിക്കുമ്പോൾ അത് ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് എത്രമാത്രം BJPക്ക് സഹായമായി എന്നതിൻ്റെ ഒരു പ്രതിഫലനവും അതിനുള്ള ഒരു തിരികെ കൊടുക്കലുമായി തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർ കൂറലോസിനെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിശേഷിക്കുമ്പോഴാണ് ക്രൈസ്തവ മേഖലയിൽ നിന്ന് ഒരു മുഖത്തെ മന്ത്രിസ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങളുടെ രത്നച്ചുരുക്കമായി നമുക്ക് പറയാൻ കഴിയുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഇത്രയും വലിയ വിജയം ലഭിച്ചത് ക്രൈസ്തവ വോട്ടിൻ്റെ കൂടി വലിയ പിൻബലത്തോടു കൂടിയാണ്. അതിന് തിരികെ ഒരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു പരിഗണന എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ഒരു സ്ഥാനത്തിനെ നമ്മൾ കാണേണ്ടത്. ജോർജ് കുര്യനെ പരിഗണിച്ചാൽ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ക്രൗഡ് പുള്ളറോ അല്ലെങ്കിൽ BJPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമോ അദ്ദേഹമല്ല. പക്ഷേ സൗമ്യനാണ്. ദീർഘകാലമായി BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന, BJPയിൽ വക്താവായി പ്രവർത്തിക്കുന്ന, പലപ്പോഴും BJPക്ക് പ്രതിരോധം തീർക്കുന്ന, ടെലിവിഷൻ ചർച്ചകളിൽ BJPയുടെ വക്താവായി എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ പരിഗണിക്കുമ്പോൾ അത് BJP നൽകുന്നൊരു സന്ദേശമുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏത് തരത്തിലായിരിക്കും ക്രൈസ്തവരോടുള്ള പരിഗണന, ആ വിഭാഗത്തോടുള്ള BJPയുടെ ഒരു
അടുപ്പം അത് വ്യക്തമാക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യം പരിശോധിച്ചാൽ ഇന്ന് രാവിലെയും അദ്ദേഹം തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്തെ വീട്ടിലുണ്ടായിരുന്നു. മന്ത്രിസഭയിലേക്ക് എത്തുന്നതിനെക്കുറിച്ചുള്ള നേരത്തെയുള്ള ചോദ്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചത് തനിക്കൊരു MP ആയി തുടരണം, 10 മന്ത്രിമാരെങ്കിലും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിന് അനുകൂലമായി പ്രതികരിക്കുന്ന തരത്തിൽ കേന്ദ്രം ആ ഒരു സാഹചര്യം തനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. തൃശ്ശൂരിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കണമെന്ന ആഗ്രഹമാണ്. തമിഴ്നാട്ടിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുണ്ട്. ദക്ഷിണേന്ത്യയിൽ പൊതുവിൽ BJPക്ക് മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി തൻ്റെ ഒരു പരിശ്രമം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് സിനിമയുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 100 കോടിയുടെ ചിത്രത്തിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കരാറുമായി മുന്നോട്ട് പോവുകയാണ്. മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ ചെയ്യുന്നു, മറ്റ് ചില സിനിമകൾ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രി അങ്ങനെ ഒരു പദവിയാണ് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്യാബിനറ്റ് പദവിയാകുമ്പോൾ വലിയ ചുമതലയാണ്. അദ്ദേഹത്തിന് ഈ സിനിമാ അഭിനയവുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അല്ലെങ്കിൽ തന്നെയും ഈ സിനിമയുടെ തിരക്കുകൾ കഴിഞ്ഞ ശേഷം പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് എത്താം എന്ന ഒരു സന്ദേശം കൂടി സുരേഷ് ഗോപി കൈമാറുന്നുണ്ട്. പക്ഷേ ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം പ്രധാനമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞു, അത് താൻ അനുസരിക്കും എന്ന കാര്യം സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയിലെ പ്രാതിനിധ്യം സംബന്ധിച്ച് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടാകുമെന്ന് സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളുടെ ഒരു സാഹചര്യം ഇപ്പോൾ നിൽക്കുന്നു. അപ്പോഴും BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം കേരളത്തിലെ നേതാക്കന്മാർക്ക് നൽകുകയാണ്, ന്യൂനപക്ഷത്തിന് നൽകുകയാണ്, സ്ത്രീ പ്രാതിനിധ്യം നൽകുകയാണ് എന്നുള്ള കൃത്യമായൊരു ചിത്രം ജനങ്ങൾക്ക് മുന്നിൽ, വോട്ട് ചെയ്ത ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്ന് BJP കൃത്യമായി ഉദ്ദേശിക്കുന്നുണ്ട്. ആ തീരുമാനമാണ് ഉണ്ടാകുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എന്ന് തന്നെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അതിന്റെ വിശകലനങ്ങളിലേക്ക് കൂടെ കടക്കാം. ഏതെല്ലാം പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഏതെല്ലാം പദവികളിലായിരിക്കും എത്തുക? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.